ഗുഡ് മോർണിംഗ്. ഇന്ന് വിൻ്റർ സെമസ്റ്റർ സ്റ്റാർട്ട് ആവാണ്. ഒക്ടോബർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഒന്നും എടുക്കാണ്ടിരിക്കില്ല. എല്ലാം ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ പക്ക അവരെടുത്ത് തുടങ്ങും. അങ്ങനെ 10 മണിക്ക് ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ടാവും. നാളെ എനിക്ക് 8 മണിക്കുണ്ട്. ഭാഗ്യം ഇന്നാവാഞ്ഞത്. ഞാൻ നല്ല ഉറക്കത്തിൽ പോയിട്ടേക്കായിരുന്നു. എൻ്റെ കണ്ണണ്ടില്ലേ, ഞാൻ നല്ല ഉറക്കപ്പിച്ചിലാണ്. ഇപ്പോൾ എൻ്റെ കൃഷ്ണമണി ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതെൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റി അല്ല, പക്ഷേ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ടെക്നിക്കൽ യൂണിലാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി നാവി പ്രോഗ്രാം ആയതുകൊണ്ട് 2 യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ സ്റ്റാറ്റ് എപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിലാണ് വരാറ്. കോപ്പർനിക്കുസ് ഗസെ, അതാണ് ആ ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിൽ കയറുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. അപ്പുറത്തും ഒരു എൻട്രൻസ് ഉണ്ട്, ഇപ്പുറത്തും ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ക്ലാസ് റൂം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി അല്ല. അതിന് തന്നെ പോകും അരമണിക്കൂർ. എനിക്ക് കറങ്ങി മതിയായി ഗൈസ്. ഞാൻ എടുത്ത ലിഫ്റ്റ് മാറി വേറെ സൈഡിലാണ് ക്ലാസ് ഉള്ളത്. നമുക്ക് ക്ലാസ് തപ്പി പോവാം. ഞാൻ പകുതി കറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. ക്ലാസ് കഴിഞ്ഞ് ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ ലേറ്റ് ഒന്നും ആയില്ല. 10:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ലേറ്റ് ആവാണ്ട് നോക്കണം. പക്ഷേ ഞാൻ മാത്രമല്ല ലേറ്റ് ആയത്, വേറെ ആൾക്കാരൊക്കെ ലേറ്റ് ആയിരുന്നു. ക്ലാസ്സിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരക്ക് പിടിച്ചിട്ട് ഓടി. അടുത്ത ലെക്ചർ വേറെ ബിൽഡിംഗ് ആണ്. അത് ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരക്ക് പിടിച്ച് ഓടി. ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ലെക്ചറിൻ്റെ പേര് അഡ്വാൻസ്ഡ് പ്രോബബിലിറ്റി തിയറിയാണ്. എൻ്റെ ഫേവറേറ്റ് പ്രൊഫസറാണ്. ക്ലാസ് നല്ലതായിരുന്നു. അപ്പോൾ ഇനി ആ ക്ലാസ് നാളെ ഉണ്ട്. ഇനി അടുത്ത ലെക്ചർ ഈ ഒരു ബിൽഡിങ്ങിലാണ്. ഇത് ഇൻഫെൽഡ് കേസ് എന്നാണ് ഇവിടെ പറയുക. എൻ്റെ ബിൽഡിംഗ് ഇൻഫെൽഡ് കേസ് 16ലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മുമ്പിൽ 11 ആണുള്ളത്. ഇവിടെ മാപ്പൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ മാപ്പിൽ ചെക്ക് ചെയ്യാൻ പറ്റും. 11 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 21 ആണുള്ളത്. 16 ദൂരെയാണ്, ഇവിടെ അടുത്തൊന്നുമില്ല. എൻ്റെ ക്ലാസ് 16B എന്ന ബിൽഡിങ്ങിലാണ്. പക്ഷേ ഇവിടെ 16C ഉള്ളൂ. അപ്പോൾ നമുക്ക് B കണ്ടുപിടിക്കാം. ഗൈസ്, നമ്മൾ ബിൽഡിങ്ങിലെത്തി. ആ ക്ലാസ്സിൽ ഫുള്ള് ജർമ്മൻ സ്റ്റുഡൻസ് ആയിരുന്നു. ക്ലാസ് ഫുള്ളായിരുന്നു. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ കോഴ്സ് ജർമ്മനിലാണ്. എൻ്റെ കരിക്കുലത്തിൽ ആക്ച്വലി ജർമ്മനിലാണ് കോഴ്സ് ഉള്ളത്. എനിക്ക് ഇംഗ്ലീഷിലാണ് കോഴ്സ് ഉണ്ട്, ബിക്കോസ് എൻ്റെ മാസ്റ്റേഴ്സ് ഇംഗ്ലീഷിലാണ്. ഒന്നില്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സബ്ജക്റ്റ് നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അടുത്ത ലെക്ചർ ഉണ്ട്. അപ്പോൾ അടുത്ത ലെക്ചർ അറ്റൻഡ് ചെയ്യണം. അത് രാത്രി 7 മണി വരെ ഉണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുക്ക് ചെയ്യാണ്. പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയത് ചിക്കൻ കറിയും പുട്ടും ആയതുകൊണ്ട് അതാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത്. എൻ്റെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്രേവിയാണ് ഉണ്ടാക്കിയത്. അതിനുള്ള സമയം മാത്രമേ എനിക്കുള്ളൂ. വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒന്ന് ഫ്രഷായി, കുറച്ച് പുട്ടിക്കടിച്ചു. അടുത്ത ലെക്ചറിന് സമയമായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുമിച്ച് ക്ലാസ്സിൽ കയറാമെന്നുള്ള പ്ലാനാണ്. പക്ഷെ ഞാൻ നേരത്തെ വന്നു ഗൈസ്. അവൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതൊരു പ്രോഗ്രാമിംഗ് കോഴ്സായിരുന്നു. നല്ല ഉറക്കം വന്നു. ക്ലാസ് കഴിഞ്ഞു. ഇരുട്ടായി ഗൈസ്. ഇവിടെ രാത്രിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.
പാർലർ വന്നു ഗൈസ്, ടോയ്ലറ്റ് പേപ്പർ വാങ്ങിക്കാൻ. ഇതാണ് ഇവിടുത്തെ വിൻ്ററിലുള്ള അവസ്ഥ. സമ്മറിലാണെങ്കിലും ഒരുപാട് കോഴ്സ് ഉണ്ട്, വിൻ്ററിലാണെങ്കിലും ഒരുപാട് കോഴ്സ് ഉണ്ട്. എൻ്റെ ഇന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ്, ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് എക്സസൈസൊക്കെ ചെയ്ത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.